ഹലോ ഫ്രണ്ട്സ്, എൻഎച്ച് 47 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെറിയ ഒരു പൊടിക്കൈയാണ്, ട്രിക്കുമായിട്ടാണ്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. നമ്മളെ വീടുകളിലൊക്കെ ഒരുപാട് അതായത് നമ്മളെ കേടായ പലരും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതും അല്ലാത്തതുമായ പലതരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതായത് എമർജൻസി ആയാലും ടോർച്ച് ആയാലും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മളത് വർക്ക് ചെയ്യാത്ത കാരണമായിട്ട് കളയുന്നുണ്ടാകും. ചിലർക്ക് സ്ക്രാപ്പിൽ നിന്നൊക്കെ നല്ല ഐറ്റംസ് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഐറ്റം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നൊരു ഐറ്റമാണ്. അപ്പം അത് ഐറ്റം ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ആ ഐറ്റം. ഇത് ചൈനീസ് ഐറ്റമാണ്, വലിയ ക്വാളിറ്റിയൊന്നുമില്ല, എന്നാലും ഒരു അത്യാവശ്യത്തിന് ഈ സംഭവം മതിയാവും. അപ്പം ഇതിനകത്ത് ബാറ്ററി കഴിഞ്ഞപ്പോൾ ഇതിപ്പം DC അല്ല AC ചാർജ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ ടോർച്ചും ഒരു ചെറിയൊരു എമർജൻസി ലൈറ്റ് പോലുള്ള സംഭവം വരുന്നതാണിത്. ഇത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഇതിനകത്ത് ബാറ്ററി തീർന്നതായിരിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു 3 വർഷം 4 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഉപയോഗിക്കാതെ വീട്ടിൽ ഇട്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ ബാറ്ററി മാറ്റി ഇത് വർക്ക് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നവർ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാം. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബാറ്ററി മാറ്റി ഇതിനെ അപ്പാക്കിയത്. ഇതിപ്പം ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് ഓൺ ചെയ്യുന്നതാണ്. ഇതാണ്ട ചെറുതായിട്ടൊന്ന് ഫ്ലിക്കർ ചെയ്യുന്നേ ഉള്ളൂ. വലിയ വെട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ എമർജൻസിയുടെ ഒരു സൈഡ് വരികയെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. AC കുത്തിയാണ്, റീചാർജബിൾ ബാറ്ററി ഇട്ടിട്ടില്ല. ഇത് ഡയറക്റ്റ് AC കുത്തിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസിന് മിക്കവാറും ബോർഡിനൊന്നും വലിയ പ്രശ്നമൊന്നും വരാറില്ല. ബാറ്ററി ആയിരിക്കും പോകുന്നത്. ജെൽ ടൈപ്പുള്ള ബാറ്ററി ആയിരിക്കും അതിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കി ഇതിനകത്ത് എന്ത് ടൈപ്പ് ബാറ്ററിയാണെന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാമെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് ഊരി നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രൂ ഐറ്റംസ് ഒന്നും ഇല്ല. ഇതിനകത്ത് ആകെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ലോക്കാണ് വരുന്നത്. ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഊരാനായിട്ട് സാധിക്കും. ഇതങ്ങനെ ഊരിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളെ ഗ്ലാസും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് അതിൻ്റെ LED ബൾബാണ്. നമ്മൾ സാധാ ബൾബല്ല, LED ബൾബാണ് വരുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് ബോർഡ് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ലോക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഊരി മാറ്റി നമ്മൾ സൈഡിലോട്ട് വയ്ക്കുന്നു. അതിനുശേഷം പതുക്കെ നമ്മളിതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുകയെന്നുണ്ടെങ്കിൽ ഊരി പോയിരുന്നുള്ളൂ സാധനം. ഊരി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 ബാറ്ററീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉണ്ടോ, ഇങ്ങനെയുള്ള 2 ബാറ്ററിയാണ് വരുന്നത്. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് കണക്ഷൻസ് നോക്കുക, കട്ടാവാൻ നോക്കുക. അപ്പോൾ ഈ 2 ബാറ്ററിയാണ് വരുന്നത്. ഇത് മിക്കവാറും വരുന്നതെന്ന് പറഞ്ഞാൽ 4 വോൾട്ട് ആയിരിക്കും വരുന്നത്. 4 വോൾട്ടിൻ്റെ ബാറ്ററി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ടേജ് അതിനകത്ത് ഉള്ളതെന്നുള്ളത്. അതിനുശേഷം നമുക്കിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് പുതിയ ബാറ്ററി. അപ്പോൾ ഇതിനകത്ത് ഈ ബോർഡൊന്നും സാധാരണ ഒന്നും പ്രശ്നം വരാനുള്ള സാധ്യതയില്ല. നമുക്ക് ഇനി ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും, വർക്കിംഗ് ആണോ, അതിൻ്റെ വോൾട്ടേജ് എത്ര എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനകത്ത് കണക്ഷൻ എന്ന് പറയുന്നത് ഈ 4 വോൾട്ടിൻ്റെ ഈ ബാറ്ററി പാരലൽ കണക്ഷനിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇത് കണ്ടോ, ഇപ്പോൾ പറഞ്ഞാൽ ഡീസോൾഡർ ചെയ്തായിരുന്നു. ഇത് കണ്ടോ, ഇവിടുന്ന് തന്നെ സെയിം പോസിറ്റീവിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ പോസിറ്റീവ് കയറുന്നു, ഇവിടുന്ന് നെഗറ്റീവിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കയറുന്നു. അപ്പോൾ കുറച്ചും കൂടെ ടൈം ഡ്യൂറേഷൻ കിട്ടാനായിട്ടാണ്, സെയിം വോൾട്ടേജ് തന്നെ ആയിരിക്കും, പക്ഷേ ടൈമിങ് കുറച്ചും കൂടെ ബാക്കപ്പ് കിട്ടാനായിട്ടാണ് ഈ പാരലിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 20 മൾട്ടിമീറ്ററിനകത്ത് DC ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഉണ്ടോ മൈനസ്, അത് ചെറിയൊരു വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. ഏകദേശം 68.68 വോൾട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പോയതാണിത്. അപ്പുറത്തെ ബാറ്ററിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അതും ഡ്രൈ ഉണ്ടോ, അതിനകത്തും ഇത്രയും വോൾട്ട് ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് നല്ലോണം കത്താത്തത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഇതിനെയും കൂടെ നമുക്ക് ഡീസോൾഡർ ചെയ്ത് മാറ്റാം. ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം മാർക്കറ്റിൽ ഏകദേശം ഒരു എന്താ പറയുക 100 രൂപയ്ക്ക് താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ വാങ്ങിക്കാൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് മെയിൻ കണക്ഷനിൽ നിന്ന് അതിൻ്റെ ബാറ്ററി ഡീസോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇത് ഏകദേശം 100-120 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഏകദേശം ഒരു 800 mAh അല്ലെങ്കിൽ ഒരു 1000 mAh ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ബാറ്ററി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിനകത്ത് വെക്കുന്നില്ല. ഇത് 4 വോൾട്ടാണ് വരുന്നത്. ഇതിന് പകരം എനിക്കിവിടെ ആക്സസബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആക്സസബിൾ ആണെന്ന് പറഞ്ഞാൽ എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് ഡാമേജ് ആയ പല ബാറ്ററീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ 18650 എന്ന് പറയുന്ന ബാറ്ററിയാണ്. 18650 എന്ന് പറയുന്ന ബാറ്ററി നമുക്കിവിടെ ഒരുപാട് അവൈലബിൾ ആണ്. കാര്യം ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പഴയ ഡാമേജ് ആയ ബാറ്ററീസിനകത്ത് നിന്നൊക്കെയുള്ള ബാറ്ററി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമുക്കൊരു പവർ ബാങ്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ബാറ്ററി എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒരു ബാറ്ററി ഞാനത് എടുത്തിട്ടുള്ളൂ. ഞാനിതിപ്പോൾ ഓണാക്കി വെച്ചേക്കാണ്.
ഒരു ബാറ്ററിയുടെ കണക്ഷൻ ജസ്റ്റ് ഞാനത് കൊടുത്തു നോക്കുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ പിന്നെ 3.7 mAh വോൾട്ടും 2200 mAh ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഒരു ബാറ്ററി മൊത്തം സോൾഡർ ചെയ്യാതെ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. സോൾഡർ ചെയ്യാതെ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ വെട്ടം കണ്ടോ, ആ ഒരു ലൈറ്റിൻ്റെ വെട്ടം കണ്ടോ. ഇത് സിംഗിൾ ബാറ്ററിയാണ്. അപ്പം ഇതുപോലെ തന്നെ 3.7 mAh വരുന്ന 4 ബാറ്ററിയാണ് നമ്മളിതിനകത്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ബാറ്ററി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കേടായ ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും സർവീസ് സെൻറ്റേഴ്സിൽ ഇതിനകത്തുള്ള പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററീസ് കാണും. ഇതിനകത്ത് നിന്ന് 1860 നല്ല ബാറ്ററി നോക്കി നമുക്ക് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള എക്യുപ്മെൻറ്റ്സിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിനൊക്കെ തന്നെ ആയിരിക്കും പല ചൈനീസ് നമ്മളെ നമ്മളെ എമർജൻസി ലൈറ്റിൻ്റെയും ടോർച്ചിൻ്റെയൊക്കെ അകത്ത് ഈ 3.7 വരുന്നത്. ഇത് 4 വോൾട്ടാണ് വരുന്നത്, എന്നാലും 3.7 ആയിട്ടാണ് 3.7 ഇട്ടപ്പോൾ തന്നെയുള്ള അതിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 ബാറ്ററി ഇതുപോലെ പാക്ക് ചെയ്ത്, ഇതിപ്പോൾ ഒരു ബാറ്ററിയല്ലേ ഉള്ളൂ, ഇതിൻ്റെ 2 എണ്ണം ഇത് പാക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് സോൾഡർ ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ ഒരു ബാറ്ററി ഉണ്ടല്ലോ, ഇപ്പം ഇതുപോലെ തന്നെ ഒരു ബാറ്ററി ഇവിടെ വെച്ചിട്ട് 2 എണ്ണം ഇങ്ങനെ പാരലായിട്ട് സോൾഡർ ചെയ്തിട്ട്, അപ്പം ഫുള്ള് സോൾഡർ ചെയ്ത് കാണിക്കാനുള്ള സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫുള്ള് സോൾഡർ ചെയ്തിട്ട് വന്നിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ 18650 എന്ന് പറയുന്ന ബാറ്ററി 2 എണ്ണം ഞാൻ ആദ്യമേ ഡബിളായിട്ടാണ് സെറ്റ് ചെയ്തത്. അതായത് നമ്മൾ നേരത്തെ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇതിൻ്റെ സൈസ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചതിനകത്ത് ഇരുന്നോളൂന്ന്, പക്ഷേ സൈസ് നോക്കിയപ്പോൾ നടന്നില്ല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പവർ കിട്ടിയാനായിരുന്നു, പക്ഷേ ഇത് നടന്നില്ല. അങ്ങനെ 4 ബാറ്ററി വയ്ക്കാനാണ് ഉദ്ദേശിച്ചത്, അത് നടന്നില്ല. സിംഗിൾ ബാറ്ററിയാണ് ഞാൻ പിന്നെ വെച്ചത്. കണ്ടോ, സിംഗിൾ ബാറ്ററി സെയിം പോസിറ്റീവ് നെഗറ്റീവ് സോൾഡർ ചെയ്തു, അവിടുന്ന് സെയിം പാരലെടുത്തു, അടുത്ത ഒരു ബാറ്ററിയും കൂടെ സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഇതിൻ്റെ mAh മാറും. ഇതിപ്പോൾ ഡീഫോൾട്ട് വരുന്നത് 2200 ആണെന്നുണ്ടെങ്കിൽ 4400 mAh ആവും. 3.7 വോൾട്ട് മാത്രമേ വരത്തുള്ളൂ. ഇത് 2 പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് സ്മൂത്തായിട്ട് ഇത് സെറ്റ് ചെയ്ത് ഇതിനകത്ത് തന്നെ ഇരുന്നോളും. പിന്നെ നമുക്കിത് ഓൺ ഓഫ് ആക്കി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അല്ല, ഇതിപ്പം ബ്രൈറ്റായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം കുഴപ്പമില്ല, ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിപ്പം ഇതിൻ്റെ ഓണായിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് സ്ക്രൂ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു. ഇതിപ്പം സ്ക്രൂ ഇടാത്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഓൺ ഓഫ് ആക്കാനായിട്ട്. അത് ഓഫായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ച് പാക്ക് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ടോർച്ചിൻ്റെ, അതായത് ചെറിയൊരു ടോർച്ച് എമർജൻസി ആയിട്ടുള്ള സെറ്റപ്പിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെ കത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ കണ്ടോ, നല്ല ബ്രൈറ്റായിട്ട് കത്തുന്നുണ്ട്. ഈ സ്വിച്ച് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലിക്കറിങ് വരുന്നത്. ബാറ്ററിയുടെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോർച്ച് ഏകദേശം അത്യാവശ്യം നല്ല പ്രകാശം തരുന്നുണ്ട്. ഇത് ഏകദേശം ഇപ്പം ഫുൾ ചാർജ് അല്ല. ഇത് നമുക്ക് ചാർജ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക, ഒരു 2 hours 1.5 to 2 hours ഒക്കെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ സ്ക്രാപ്പായിട്ട് കളയാനുള്ള സാധനമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ വീട്ടിൽ ഇതിനകത്തുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഇതിന് ഇലക്ട്രോണിക്സിലൊക്കെ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് ഇളക്കി നോക്കാം, ബാറ്ററീസ് കാര്യങ്ങളൊക്കെ. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള 18650 എന്ന് പറഞ്ഞ ബാറ്ററി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ലോക്കൽ ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി കിട്ടുന്നതാണ്, ഇത് മാറ്റിയിടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ സബ് ചെയ്യണം. നമുക്ക് നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഈ വീഡിയോ കാണുന്നവരാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ ജോലി തിരക്കിനിടയിൽ നമ്മൾ ചെറിയൊരു എഫോർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും ബൈ.